സുരക്ഷയും സംരക്ഷണവും വാതോരാതെ പറയുന്ന സർക്കാർ അവരുടെ ഏറ്റവും സുവർണ ഭരണ കാലഘട്ടത്തിൽ എത്ര പെൺകുട്ടികൾ പീഡനത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള കണക്ക് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഓരോരുത്തരെയും ഇരയെന്ന ലേബൽ കുത്തി നിങ്ങൾ വിടുമ്പോഴും നിങ്ങളുടെ സംരക്ഷണം പറച്ചിൽ മാത്രമുള്ളൂ എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വരെ പറഞ്ഞിട്ടുള്ളത്. ഒരു പെൺകുട്ടി മാനസികമായി തളർന്നുവെന്നും അവളെ തളർത്തിയത് ആരെന്ന് പറഞ്ഞിട്ടും ചെറുവിരൽ അനക്കാൻ തയ്യാറായില്ല കേരളത്തിന്റെ പ്രിയപ്പെട്ട ടീച്ചറമ്മ. പോരാളി ഷാജികൾ വെടിക്കോപ്പുമായി സൈബർ ഇടത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ വരി കൂടി ചേർക്കണം: സ്ത്രീ സുരക്ഷ ഞങ്ങൾക്ക് വാക്കാലുള്ളൂ, പ്രവർത്തിയാൽ ഇല്ല എന്ന്. BJPയും CPM ചേർന്ന് നടത്തിയ ഒരു അതിക്രൂര കൃത്യം ചെയ്തത് BJP എങ്കിൽ അതിന് കുട പിടിച്ചത് CPM. കൂട്ടുനിൽക്കാൻ മുന്നിലുണ്ടായത് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. BJP നേതാവിന് മരണം വരെ ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ച പാലത്തായി പോക്സോ കേസിൽ വിധിയുടെ പകർപ്പ് പുറത്തു വന്നപ്പോഴായിരുന്നു ഈ കേസിൽ KK ശൈലജയുടെ റോള് മനസ്സിലായത്. അതിജീവതയെ കൗൺസിലിംഗ് ചെയ്തവർക്കെതിരായ പരാതിയിൽ മന്ത്രി എന്ന നിലയിൽ നടപടിയെടുത്തിട്ടില്ല എന്ന് വിധിന്യായത്തിൽ വ്യക്തമായി പറയുന്നു. അന്ന് വനിതാ ശിശുക്ഷേമ മന്ത്രിയായിരുന്നു KK ശൈലജ. സ്വന്തം വകുപ്പിലെ പ്രശ്നങ്ങൾ തീർക്കാനോ കേൾക്കാനോ ഉള്ള മനസ്സവർ കാണിക്കാതിരുന്നത് കൊണ്ട് നഷ്ടപ്പെട്ടത് ഒരു പെൺകുട്ടിയുടെ ഭാവിയാണ്. കൗൺസിലിംഗ് നടത്തിയവർ മകളോട് മോശമായി പെരുമാറിയെന്നും കടുത്ത മാനസിക പീഡനം നേരിടേണ്ടി വന്നുവെന്നും മന്ത്രി ശൈലജയ്ക്ക് അന്ന് മാതാവ് പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പരാതിയിൽ KK ശൈലജ ഒരു നടപടിയും എടുത്തിട്ടില്ല. ഇക്കാര്യത്തിലാണ് കേസിന്റെ വിധിന്യായത്തിൽ കോടതി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പെൺകുട്ടിയോട് മോശമായി പെരുമാറിയ കൗൺസിലർമാരെ പിരിച്ചുവിടണമെന്നും കോടതി നിർദ്ദേശമുണ്ട്. അന്നത്തെ ശിശുക്ഷേമ മന്ത്രി KK ശൈലജയുടെ സ്വന്തം മണ്ഡലത്തിൽ നടന്ന അതിക്രൂര സംഭവമായിരുന്നു പാലത്തായി പോക്സോ കേസ്. മന്ത്രിയുടെ ഭാഗത്ത് അനാസ്ഥയുണ്ടായെന്ന് അന്നേ വിമർശനമുയർന്നു. ഇത്രയും വലിയ കാര്യം നടന്നിട്ടും ശൈലജ എന്തുകൊണ്ട് നീതിയോട് കണ്ണടച്ചു? ആ കേസിലെ പ്രതി BJP-കാരനായതുകൊണ്ടാണോ എന്നിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നാൾക്കുനാൾ തെളിഞ്ഞു വരുന്നത് CPM BJP അന്തർധാര കഥകളാണല്ലോ. ഹൈക്കോടതി മേൽനോട്ടത്തിലായിരുന്നു ഒടുവിൽ പുതിയ അന്വേഷണ സംഘത്തെ നിയമിച്ചതും പോക്സോ ചുമത്തി അന്തിമ കുറ്റപത്രം നൽകിയതും. ശിശുക്ഷേമ മന്ത്രിയും തൊട്ടപ്പുറത്ത് സാക്ഷാൽ മുഖ്യമന്ത്രിയും താമസിക്കുന്ന നാട്ടിലായിരുന്നു കേസ് അട്ടിമറിക്കാൻ പോലീസ് എല്ലാ കളികളും അന്ന് കളിച്ചതെന്ന് ഓർക്കണം. 2020 ജനുവരിയിൽ നടന്ന സംഭവത്തിൽ 2020 മാർച്ച് 17-നാണ് പാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. RSSകാരനായ പ്രതി കൺമുന്നിലുണ്ടായിട്ടും പോക്സോ കേസിൽ അറസ്റ്റ് ഉണ്ടായില്ല. പ്രതി ഒളിവിലായിരുന്നു എന്നായിരുന്നു പാനൂർ പോലീസിന്റെ മറുപടി. ജനകീയ പ്രക്ഷോഭങ്ങൾ ശക്തമായപ്പോൾ ഒരു മാസം തികയുന്നതിന് തലേന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തു. KK ശൈലജയുടെ സ്വന്തം മണ്ഡലത്തിലായിരുന്നു സംഭവം. മന്ത്രിയുടെ ഭാഗത്ത് അനാസ്ഥയുണ്ടെന്ന വിമർശനം അന്നേ ഉയർന്നു. പോലീസ് ഇടപെടലുകളിൽ സംശയം ശക്തമായി. പീഡന വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നു. കുട്ടിയുടെ മാതാവ് ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് ക്രൈംബ്രാഞ്ച് കേസ് വിടുന്നത്. പ്രതി റിമാൻഡിലായി 90 ദിവസം തികയുന്നതിന് തലേന്ന് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു. പാനൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പോക്സോ ഒഴിവാക്കി കുറ്റപത്രം നൽകിയതുകൊണ്ട് പ്രതിക്ക് ജാമ്യം കിട്ടി. ഇതേക്കുറിച്ച് വിവാദം ഉയർന്നപ്പോൾ ഇടക്കാല കുറ്റപത്രമെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് നൽകിയ മറുപടി. വീണ്ടും വിവാദ പെരുമഴ. അതിനിടയിലേക്കാണ് അന്നത്തെ ക്രൈംബ്രാഞ്ച് IG S ശ്രീജിത്തിന്റെ വിവാദ പരാമർശം പുറത്തു വന്നത്. അതിജീവിത കള്ളം പറയുന്നു എന്നായിരുന്നു പരാമർശം. 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ പറ്റിയിട്ട് കോടതിയിലും ക്രൈംബ്രാഞ്ച് ഇങ്ങനെ മറുപടി നൽകിയത് ഞെട്ടിച്ചുപോയി. പീഡന തീയതി തെറ്റായി രേഖപ്പെടുത്തുവാനും സംഭവ സമയം പ്രതി സ്കൂളിൽ ഹാജരായില്ല എന്ന മൊബൈൽ ടവർ ലൊക്കേഷനിൽ വെച്ച് തെറ്റിദ്ധരിപ്പിക്കാനും പോലീസ് ശ്രമിച്ചു. പീഡനം നടന്ന ശുചിമുറി പോലും മറ്റൊന്നായി ചിത്രീകരിച്ചു. കുട്ടി സ്കൂളിൽ ഹാജരാകാത്ത ദിവസം ഹാജർ രേഖപ്പെടുത്തി. ഇങ്ങനെ ഒട്ടേറെ പഴുതുകളായിരുന്നു പോലീസ് റിപ്പോർട്ടിലുണ്ടായിരുന്നത്. 5 വർഷങ്ങൾക്കിപ്പുറം കഴിഞ്ഞ ദിവസം ശിശുദിനനാളിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. പിറ്റേന്ന് ശിക്ഷയും വിധിച്ചു. ബലാത്സംഗ കുറ്റത്തിന് പ്രതി 40 വർഷം തടവും ഇതിനോട് ശേഷം പോക്സോ നിയമപ്രകാരം ജീവിതാവസാനം വരെ ജയിൽവാസവും അനുഭവിക്കണം. ഇപ്പോഴുണ്ടായ ഹൈക്കോടതിയുടെ ഈ വിമർശനത്തിലൂടെ പുറത്തു വരുന്നത് പിണറായി സർക്കാരിന്റെ സ്ത്രീ സംരക്ഷണം പൂർണ്ണ പരാജയം എന്നതും മറ്റൊന്ന് BJP പ്രതിയെ സഹായിക്കാൻ കൂട്ടുനിന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ പിണറായി സർക്കാരിലെ പൊക്കിപ്പിടിച്ച ശൈലജ പാർലമെന്റ് ഇലക്ഷനിൽ ഷാഫിക്ക് മുന്നിൽ മുട്ടുകുത്തിയതാണ്. ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കവെയുള്ള ഹൈക്കോടതി വിമർശനം ശൈലജയുടെ പതനത്തിലേക്കുള്ള വഴിവെട്ടുകയാണ്. സ്വന്തം മണ്ഡലത്തിൽ ഇങ്ങനെയെങ്കിൽ അവർക്ക് സീറ്റ് കൊടുത്തൊരു റിസ്ക് എടുക്കാതിരിക്കുന്നതായിരിക്കും ഇനി CPM-ന് നല്ലത്.